ഇത് വാര്യാപുരം എന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ വരെ വന്നതാണ്. ചേച്ചിക്ക് പള്ളിയിൽ കുറേ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. ചേച്ചി ഡൽഹിയിലല്ല, ഹരിയാനയിൽ കുടുംബമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആണ്ടിലൊരിക്കൽ 2 കൊല്ലം കൂടുമ്പോഴോ വന്ന് പള്ളിയിലെ കുടിശ്ശികയൊക്കെ തീർക്കുക പതിവുണ്ട്. അതുപോലെ ഇന്നും പൈസ കൊടുക്കാനായിട്ട് പള്ളിയിൽ വന്നതാണ്. ഇപ്പോൾ പള്ളിയിലെ ആരാധനയിലൊക്കെ പങ്കെടുത്തിട്ട് പോകാനാണ് വന്നത്. അപ്പം എൻ്റെ പള്ളിക്കാരല്ല, ഞാൻ വേറെ സമുദായമാണ്, ചേച്ചിയൊക്കെ വേറെ സമുദായമാണ്. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സമുദായങ്ങൾ വ്യത്യാസമുണ്ട്. മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബായ, മലങ്കര കത്തോലിക്കർ, റോമൻ കത്തോലിക്കർ, അങ്ങനെ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അതിൽ ചേച്ചി മർത്തോമയാണ്. അപ്പം ഞാനതല്ല. എൻ്റെ കുടുംബവും എൻ്റെ ഫാമിലിയും എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചതും എല്ലാം മലങ്കര കത്തോലിക്കരാണ്. ഞാൻ ജനിച്ചതും മലങ്കര കത്തോലിക്ക തന്നെയാണ്. അപ്പം കല്യാണം കഴിച്ച് അയച്ചതും അതുതന്നെയാണ്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വായോ. കഴിഞ്ഞ ദിവസം ചേച്ചി പണി ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഈ വാഴച്ചോട്ടി വെച്ച് ഭയങ്കര ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. ഒരുവിധമാണ് ചേച്ചിയും പണിക്കാരും അതിൽ നിന്നും രക്ഷപ്പെട്ടത്. അപ്പോഴേ കുറച്ച് വാഴത്തൈകളും കാര്യങ്ങളും ഒക്കെ കുറേ വെട്ടിക്കളഞ്ഞ് അവിടെയെല്ലാം വൃത്തിയാക്കി. മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴൊരു മഴ പെയ്താൽ മാത്രം മതി, കാടാകും. ഇവർ വർഷങ്ങളായി ഇവിടെ ഇല്ലല്ലോ. അപ്പോഴേ മൊത്തം കാടും കയറി കിടക്കുകയാണ്. ഇപ്പോഴേ ഒരു വാഴക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആരെങ്കിലും വെട്ടിക്കോളും. ഇവിടെ സമീപ പ്രദേശത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് വെട്ടിയെടുത്തോളും. പള്ളിയിൽ നേരത്തെ എത്തി. അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. നടക്കുന്ന വഴിയാണ് ഇത്. ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ റിലേഷൻ്റെ വീട്ടിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോഴേ ചേച്ചി വരട്ടെ, ഞാൻ റോഡിൽ നിൽക്കുകയാണ്. ഇല്ലാത്ത സാധനം എവിടേക്ക് എവിടുത്തെ തള്ളയില്ല കാണാൻ. എന്താ ബ്യൂട്ടിഫുള്ളാണ് ഈ ചിപ്പ് നിൽക്കുന്നുണ്ടോന്ന് എന്തോ തന്നെ വായിക്കുന്നു. അകലേക്കുള്ള കാഴ്ചകൾ കണ്ടോ, എന്തൊരു ഭംഗിയുണ്ട് കാണാൻ. റോഡിൻ്റെ സൈഡിൽ പയറിട്ടേക്കുന്നത് കണ്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇത് കാണുന്നതാണ്. വളരെ നല്ലതാണ്. അപ്പോൾ റോഡിലെ കാട് കയറത്തില്ല, പയറും പറിക്കാം. പയർ കയറിയേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്നും താക്കോലൊക്കെ എടുത്ത് പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചൊക്കെ വെച്ച ശേഷം പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് വന്നു. അപ്പോഴേ ഒട്ടും നേരമായിട്ടില്ല. അപ്പം പള്ളിയുടെ മുറ്റത്ത് തന്നെ ഞാൻ അവിടെ ഇരുന്നു. ചേച്ചി പൈസ അടച്ചിട്ട് വരുന്നിടം വരെ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴേ പിന്നെ ചേച്ചി വന്നു, പള്ളിയിൽ കയറി. പള്ളിയിലെ പ്രാർത്ഥനകളും കുർബാനയും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.